നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന്, നമ്മളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടതും. രണ്ട്, നമ്മളുടെ റേഷൻ കടകൾ വഴി 2.5 വർഷത്തിന് ശേഷം വീണ്ടും മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കും ന്യൂസ് മാസിൻ മലയാളം എന്ന ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് എല്ലാ മാസവും കൃത്യമായി 1600 രൂപ വീതം വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ മാസം 20-ാം തീയതിയോടുകൂടി അക്കൗണ്ടുകളിലേക്ക് 1600 രൂപയും അതോടൊപ്പം തന്നെ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയുമാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ 3 മാസത്തെ കുടിശ്ശികയാണ് നിലവിൽ നമ്മളുടെ സംസ്ഥാനത്ത് ഉള്ളത്. ഇതിൽ നിന്നും ഒരു ഗഡു പെൻഷൻ കൂടി കൂട്ടിച്ചേർത്ത് അതിനോടൊപ്പം മെയ് മാസത്തെ പെൻഷൻ കൂടി കൂട്ടിച്ചേർത്തായിരിക്കും 3200 രൂപ നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് ആദ്യവും അതിനുശേഷം 2-3 ദിവസത്തിനുള്ളിൽ നമ്മളുടെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും വിതരണം ചെയ്യുവാൻ പോകുന്നത്. 62 ലക്ഷത്തോളം ആളുകൾക്കായിരിക്കും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൻ്റെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. നമുക്കറിയാം 62 ലക്ഷത്തോളം ആളുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പട്ടികയിലുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കൃത്യമായി മസ്റ്ററിങ് ചെയ്യുകയും രേഖകൾ സമർപ്പിക്കുകയൊക്കെ ചെയ്ത എല്ലാ ആളുകൾക്കും 3200 രൂപ ഈ മാസം 20-ാം തീയതിയോടുകൂടി ലഭിച്ചു തുടങ്ങും. സ്കൂൾ തുറപ്പൊക്കെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ 3200 രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഓരോ കുടുംബത്തിലേക്കും എത്തുക എന്നത് വലിയ ആശ്വാസം തരുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെൻഷൻ മസ്റ്ററിങ് ശരിയാകാത്തതിൻ്റെ പേരിൽ പെൻഷൻ ലഭിക്കാതിരിക്കുന്ന, അതോ 2 അതിലധികമൊക്കെ മാസമായിട്ട് പെൻഷൻ ലഭിക്കാതിരിക്കുന്ന ആളുകൾ നമ്മളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വെബ്സൈറ്റായ സേവനയുടെ പെൻഷൻ സൈറ്റിൽ നമ്മളുടെ മസ്റ്ററിങ് സ്റ്റാറ്റസ് ഒക്കെ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇല്ല എങ്കിൽ കൃത്യമായിട്ടും നമ്മളുടെ ഈ ഒരു 20-ാം തീയതിക്കുള്ളിൽ മസ്റ്ററിങ് ചെയ്യുവാനുള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ 3200 രൂപ നമുക്ക് പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാൻ പോവുകയാണ്. 2.5 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുമ്പോൾ 4 രൂപ 80 പൈസ കൂടും എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. നേരത്തെ ഇത് 63 രൂപ 20 പൈസയായിരുന്നത് ഇനിയിപ്പോൾ 68 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ 1 ലിറ്റർ മണ്ണെണ്ണ നമുക്ക് റേഷൻ കടകളിൽ നിന്നും വാങ്ങുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പൊതുവിതരണ വകുപ്പ് തയ്യാറാക്കി സർക്കാരിൻ്റെ അംഗീകാരത്തിനാക്കി വിട്ടിരിക്കുകയാണ്. ഈ മാസം 31-നകത്ത് തന്നെ നമ്മളുടെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ 16 സംസ്ഥാനങ്ങൾക്കാണ് ഇത്തരത്തിൽ മണ്ണെണ്ണ പൊതുവിതരണത്തിന് കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്, അതായത് നമ്മളുടെ കേരളത്തിന് 5676 കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. ഇത് മെയ് മാസം 31-നകത്ത് തന്നെ ഏജൻസികൾ റേഷൻ കടകളിൽ എത്തിക്കുകയും അത് പൊതുവിതരണത്തിനായി തയ്യാറാകുകയും ചെയ്യും. എല്ലാ കാർഡ് ഉടമകൾക്കും ഈ ഒരു മണ്ണെണ്ണ വിതരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും. നമുക്കറിയാം, മഞ്ഞ കാർഡുകാർക്ക് 1 ലിറ്റർ വീതവും പിന്നീടുള്ള ബാക്കി എല്ലാ കാർഡ് ഉടമകൾക്കും 1/2 ലിറ്റർ വീതവുമായിരിക്കും മണ്ണെണ്ണ റേഷൻ കടകളിൽ നിന്ന് ലഭ്യമാകുക. എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം ഈ മാസത്തേത് നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമുള്ളതായാണ് അറിയുവാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിലേക്ക് മണ്ണെണ്ണ വിതരണം ചെയ്ത ഏജൻസികൾ ഇല്ലാത്തതാണ് ഇതിന് കാരണം. ഇത്തരത്തിൽ 31-ന് മുമ്പായിട്ട് ഈ ഒരു പൊതുവിതരണം, മണ്ണെണ്ണയുടെ പൊതുവിതരണം പത്തനംതിട്ട ജില്ലയിൽ നടക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2.5 വർഷത്തോളം ഇത്തരത്തിൽ മണ്ണെണ്ണ വിതരണം ചെയ്യാതിരുന്നതുകൊണ്ട് താലൂക്ക് അടിസ്ഥാനത്തിലുള്ള വിതരണ ഏജൻസികളൊക്കെ ഇപ്പോൾ പൂട്ടിപ്പോയ നിലയിലാണ്. അപ്പോൾ കോഴഞ്ചേരിയിൽ മാത്രമാണ് ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിലെ മണ്ണെണ്ണ വിതരണ ഏജൻസി ഉള്ളത്. ഇവിടെ നിന്ന് പത്തനംതിട്ട ജില്ലയിലെ മൊത്തം റേഷൻ കട, ഏകദേശം 800ഓളം റേഷൻ കടകളാണ് ഈ ഒരു ജില്ലയിലുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാ റേഷൻ കടകളിലേക്കും മണ്ണെണ്ണ എത്തിച്ച് ഈ മാസത്തിൽ വിതരണം ചെയ്യാൻ കഴിയില്ല എന്ന കണക്കുകൂട്ടൽ, അല്ലെങ്കിൽ കഴിയില്ല എന്ന സാഹചര്യത്തിലേക്കാണിപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ റേഷൻ കട ഉടമകളൊക്കെ എത്തിയിരിക്കുന്നത്. എന്നാലും തൊട്ടടുത്ത മാസം മുതൽ ഈ ഒരു മണ്ണെണ്ണ വിതരണം ആരംഭിക്കും. വിശദമായ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്